വാച്ച്മാൻ അല്ലേ? അതെ സർ. കോളേജിൽ നിന്ന് അയച്ച കത്ത് കിട്ടിയോ? ആ, ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു മുറി വേണം. ബാക്കിയുള്ള സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിഞ്ഞോളാം. ഇവിടെയുള്ള 3 മുറികളും നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ഗുഡ്. രാത്രിയിൽ ആഹാരത്തിന് എന്താണ്? ചപ്പാത്തിയും മട്ടനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഫയർ മീറ്റ് കിട്ടുമോ? അതായത് വെടിയിറച്ചി. വല്ലവരും വെടിവെക്കാൻ പോയാൽ കിട്ടും. എന്നാ രാത്രി നമ്മക്ക് വെടിവെക്കാൻ പോയാലോ? വെടിയൊന്നും വെക്കണ്ട. എല്ലാവരും ആഹാരം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങിക്കൊള്ളണം. രാത്രി അല്പം ചീട്ട് കളിക്കുന്നതിൽ വിരോധം. നോട്ട് ടു നൈറ്റ്. നാളെ വെളുപ്പിനെ വീണ്ടും നമുക്ക് യാത്ര തിരിക്കേണ്ടതല്ലേ? ഓക്കെ. നമ്മളെങ്ങനെ ഇവിടെ വന്നു? നീ ഒരു പെണ്ണിന്റെ പിറകെ ഇറങ്ങി വന്നു. പെണ്ണോ? എന്നിട്ട് എവിടെ? എങ്ങോട്ട് പോയെന്ന് അറിയില്ല. സാറേ, അപകടമൊന്നും ഉണ്ടായില്ലല്ലോ? ഒന്നും ഉണ്ടായില്ല. ഈശ്വരൻ രക്ഷിച്ചു. എന്താണ് ഈ സംഭവം? പറയാം സാർ. 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഒരു ദിവസം വൈകുന്നേരം സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും ഒരു പെൺകുട്ടിയും കൂടി ഇവിടെ വന്നു. റൂമുണ്ടോ? ഉണ്ട് സാർ. ഞങ്ങൾക്കൊരു ഡബിൾ റൂം വേണം. ശരി സാർ, ഞാൻ താക്കോൽ എടുത്തുകൊണ്ട് വരാം. ബാബു, നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകളാണ് ചെയ്യുന്നത്. വീട്ടിൽ പോവാന്നും പറഞ്ഞ് 2 ദിവസത്തെ അവധിയും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോകുന്നത്. അതിനെന്താ? ബാബുവിനൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഇറങ്ങി പുറപ്പെട്ട കാര്യം വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ. രാധ ധൈര്യമായിരിക്കും. നമുക്ക് കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാം. പോരെ? അത് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് ആശ്വാസമായിരുന്നേനെ. ഞാൻ ഏറ്റുന്നേ. വന്നാട്ടെ സാർ. കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം കിട്ടുമോ? തരാമല്ലോ സാർ. സാർ ഇവിടെ എത്ര ദിവസം താമസിക്കും സാർ? അതൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വന്നതാ. കണ്ടു കഴിയട്ടെ. ശരി, വന്നാട്ടെ സാർ. വരൂ. വാച്ച്മാൻ,
ഞങ്ങൾ ഇവിടെയൊക്കെ നടന്നു കണ്ടിട്ട് വരാം. ഊണിന് ഇറച്ചിയോ മീനോ എന്തെങ്കിലും വേണം. ശരി സാർ. കണ്ടാളി. നമ്മുടെ വിവാഹം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും സന്തോഷം തോന്നുമായിരുന്നു. ഇപ്പോഴെനിക്ക് ആകെ ഒരു ഭീതിയാണ്. ബാബു എന്താണ് ആലോചിക്കുന്നത്? ഇനിയെങ്കിലും ഒരു കാര്യം രാധയോട് തുറന്നു പറയാതെ നിവൃത്തിയില്ല. നമ്മുടെ വിവാഹം നടക്കില്ല. ബാബു, എന്റെ തറവാടിന്റെ നിലയും വിലയും ഒക്കെ രാധയ്ക്കും അറിയില്ലേ? ഞാൻ രാധയെ വിവാഹം ചെയ്താൽ അന്ന് തറവാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇതൊക്കെ ഇപ്പോഴാണോ ബാബു ഓർമ്മിക്കുന്നത്? ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന രാധ പറയുന്നത്? രാധ ഗർഭിണിയാണ്. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി. വേണ്ട, അത് ഞാൻ സമ്മതിക്കില്ല. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും. നീ എന്നോടൊന്നിച്ച് ആശുപത്രിയിലേക്ക് വരുന്നോ എന്ന് ഇപ്പോഴറിയണം. ഇല്ല, ഞാൻ വരില്ല. വരില്ലേ? ഇല്ല, മരിച്ചാലും വരില്ല. നീ വരില്ലേ? എന്താ സാർ? എന്താ സാർ? എന്റെ ഭാര്യ അവൾ പാറയിൽ നിന്ന് വീണു. ഒടുവിൽ പോലീസ് അയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അതൊരു കൊലപാതകമാണെന്ന് അറിഞ്ഞത്. അന്നു മുതൽ ചിലപ്പോഴൊക്കെ ആ മുറിയിൽ കിടക്കുന്നവർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു. വരൂ വരൂ. Well, my dear students, ഇനി നമുക്ക് വള്ളത്തിൽ വേണം അക്കരയ്ക്ക് പോകാൻ. Come on, all of you. സൂക്ഷിക്കണം കേട്ടോ.